ഇതിന്റെ തായ്ലാൻഡിലേക്കുള്ള യാത്രയുടെ ഒരു കുട്ടി വ്ലോഗാണ്. ഈ യാത്രയ്ക്ക് എനിക്കൊരു വലിയ പ്രത്യേകതയുണ്ട്. ഞാൻ ഈ തായ്ലാൻഡിലേക്ക് പോകുന്നത് ഫ്ലൈറ്റ് വഴിയൊന്നും അല്ല കേട്ടോ, ബസ്സിലാണ് ആക്ച്വലി ഞാൻ തായ്ലാൻഡിൽ പോകുന്നത്. ഇപ്പോൾ ഞാൻ സിംഗപ്പൂരിൽ നിന്ന് മലേഷ്യയിലോട്ട് പോവാം. മലേഷ്യ കോലാലംപൂരിൽ നിന്നാണ് തായ്ലാൻഡിലേക്കുള്ള ബസ് നാളെ രാത്രി എനിക്ക്. സോ ഇന്ന് ഞാനിപ്പോ പോകുന്നത് മലേഷ്യ ജോർബറിലോട്ടാണ്. സോ ഞാൻ ഈ യാത്ര പോകുന്നത് സ്റ്റീഫനെങ്കിലും ഷെർണാഡിയുടെ കൂടെ. ഞാനിപ്പോ പോകുന്നത് മെട്രോ സ്റ്റേഷനിലോട്ടാണ്. MRTയിൽ കയറിയിട്ട് വേണം എനിക്ക് ദേ ജോർബറിലോട്ട് പോവാൻ. സോ ഞാൻ ക്രാഞ്ചിയിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോസ്വേ ബസ്സിലായിരിക്കും ഞാൻ മലേഷ്യയിലോട്ട് പോകുന്നത്. അങ്ങനെ ഞാൻ മെട്രോയ്ക്കകത്തോട്ട് കയറി ജൊറോങ്ങിസ്റ്റ് ഇറങ്ങിയിട്ട് വേണം ഇനി റെഡ് ലൈനിലോട്ട് കയറിയിട്ട് ക്രാഞ്ചിയിലേക്ക് പോവാൻ. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ട്രെയിനിൽ ഇരിക്കാനായിട്ട് ഒരു സീറ്റും ദേ കാണുന്നില്ല. അങ്ങനെ ബാക്കിലോട്ടൊന്ന് നടന്നു നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ബാക്കിൽ നോക്കിയപ്പം ഇരിക്കാനൊരു സീറ്റും കിട്ടി. എന്തായാലും ഒരു 4-5 സ്റ്റോപ്പ് ഉണ്ട് ക്രാഞ്ചി എത്താറായി. സോ ഇപ്പൊ ഷെർണാഡിയുടെ വീട്ടിലോട്ടാ പോകുന്നത്. സോ ജോർബറിൽ ഞങ്ങൾ ഇന്ന് രാത്രി കാർ എടുത്തിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഒരു 4 hours ജേണിയാണ് കൂലാലംപൂരിലോട്ട്. അങ്ങനെ ഞങ്ങൾ ഡ്രൈവ് ചെയ്തായിരിക്കും കൂലാലംപൂരിലോട്ട് പോകുന്നത്. മലേഷ്യയിലോട്ട് പോകാനായിട്ട് ഇന്ത്യൻസിന് വിസ ഫ്രീ ആണ്. ആകെ നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ അറൈവൽ കാർഡ് ഓൺലൈനിൽ അപ്ലൈ ചെയ്തിട്ട് വന്നാൽ മാത്രം മതി. അങ്ങനെ ക്രാഞ്ചി എത്തി. ഇനിയിപ്പോ ക്രാഞ്ചിയിൽ നിന്ന് എനിക്ക് ചെക്ക് പോയിന്റിലോട്ടുള്ള ബസ് കയറിയിട്ട് സിംഗപ്പൂർ ഇമിഗ്രേഷനിലോട്ട് ചെല്ലാം. ഇതേ ചെക്ക് പോയിന്റിലോട്ടുള്ള ബസ്സിൽ നല്ലൊരു വലിയ ക്യൂ തന്നെയാണ് കാണുന്നത്. എന്തായാലും ഈ ക്യൂ നിന്ന് ബസ് കയറിയേ പറ്റത്തുള്ളൂ. സോ അങ്ങനെ ഫൈനലി ഞാൻ ബസ്സിന്റെ അകത്ത് കയറി. ബസ് നിറയെ ആളായിരുന്നു കേട്ടോ. സിംഗപ്പൂരിന്റെ ബോർഡറുമായി ഷെയർ ചെയ്യുന്ന ഒരു മലേഷ്യയുടെ സ്റ്റേറ്റ് ആണ് ജോർബർ. അങ്ങനെ ഇതാ വുഡ്ലാൻഡ്സ് ചെക്ക് പോയിന്റ് എത്തി. ഇനിയിപ്പോ സിംഗപ്പൂരിൽ നിന്ന് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് വേണം മലേഷ്യയിലോട്ട് എൻ്റർ ആവാൻ. ആ സെയിം ബസ് JB കസ്റ്റമിലോട്ട് പോകാനും അതേ തിരക്കും അതേ ക്യൂ. ഇനിയിപ്പോ എന്തായാലും ഈ ക്യൂ കഴിഞ്ഞ് ഇനിയിപ്പോ JB കസ്റ്റമിലോട്ട് പോകണം. ഈ പോകുന്ന കോസ്വേ ബ്രിഡ്ജിന്റെ അപ്പുറത്താണ് ജോർബർ. ഇതേ കാണുന്നതാണ് ആക്ച്വലി ജോർബർ. അങ്ങനെ JB ചെക്ക് പോയിന്റ് എത്തി. ഇനിയിപ്പോ JBയിൽ നിന്ന് എമിഗ്രേഷൻ ക്ലിയറൻസ് കഴിഞ്ഞിട്ട് വേണം മലേഷ്യയിലോട്ട് എൻ്റർ ആവാൻ. അങ്ങനെ മലേഷ്യയിലോട്ട് എൻ്റർ ആയി. എന്തായാലും കൂലാലംപൂരിലേക്ക് പോകുന്നതിന് മുമ്പ് ഹെയർ കട്ട് ഒക്കെ നേരെ ചെയ്യണം. അങ്ങനെ ഞാൻ പുറത്ത് ഇറങ്ങിയ ഉടനെ തന്നെ ഒരു ഗ്രാബ് ബുക്ക് ചെയ്തു. അങ്ങനെ ഗ്രാബ് വന്ന ഉടനെ തന്നെ ഗ്രാബിലോട്ട് കയറി. അങ്ങനെ ഷെർണാഡിയുടെ വീട്ടിലെത്തി. അങ്ങനെ വീട്ടിൽ വന്നപ്പോ തന്നെ അടിപൊളി നെയ്ച്ചോറും നല്ല അടിപൊളി ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും എല്ലാം ആന്റി ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിച്ചിട്ട് രാഹുലിനെയും കൂട്ടി മുടി വെട്ടാനായിട്ട് പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ഹെയർ കട്ടിന് പോകുന്ന വഴിയാ മനസ്സിലായത് വണ്ടിയിൽ പെട്രോൾ ഇല്ല. അങ്ങനെ പെട്രോൾ അടിക്കാൻ നിർത്തി. ഇവിടെയൊക്കെ പെട്രോൾ നമ്മൾ സ്വന്തമായിട്ടാണ് ആക്ച്വലി അടിക്കേണ്ടത്. അങ്ങനെ മുടി വെട്ടിയതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോവുക. അങ്ങനെ വീട്ടിൽ വന്നപ്പോ തന്നെ എല്ലാരും ലഗേജ് പാക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ബിസി ഓട്ടോ ആയിരുന്നു. അങ്ങനെ വണ്ടിയുടെ ബാക്കിൽ ഓരോ ലഗേജ് ആയിട്ട് അടുക്കി രാഹുലൂട്ടം വെക്കുവാണ്. ബാക്കിൽ നന്നായിട്ട് അടുക്കി വെച്ചതിന് ശേഷം പ്രീത കാർ എടുത്ത് പുറത്തോട്ട് ഇടുക. അങ്ങനെ എല്ലാരും റെഡി ആയി വീടിന്റെ ഗേറ്റും പൂട്ടി ഞങ്ങളിതാ KLലോട്ടുള്ള യാത്ര തുടങ്ങാൻ പോവാണ്. അങ്ങനെ യാത്ര തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോ തന്നെ രാഹുൽ ഊട്ടനൊക്കെ സുഖം ഉറക്കമായി. നല്ല പഴയ ഇളയരാജ പാട്ട് കേട്ട് സ്റ്റീഫനെങ്കിലും കൂലാലംപൂരിലേക്ക് വണ്ടി ഓട്ടിച്ചോണ്ടിരിക്കുക. അങ്ങനെ സിറമ്പാൻ എത്തിയപ്പം അവിടുത്തെ റെസ്റ്റിംഗ് പോയിന്റിൽ നിർത്തിയിട്ട് ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ആവാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ KL എത്താറായി. അങ്ങനെ നമ്മളൊരു കടയിൽ ഫുഡ് കഴിക്കാനായിട്ട് നിർത്തുന്നു. എല്ലാവരും നന്നായിട്ട് അത്യാവശ്യം ഉറങ്ങിയായിരുന്നു. ഇനിയിപ്പോ കഴിക്കാനായിട്ട് എല്ലാവരും എണീറ്റ് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ട ഫുഡൊക്കെ ഓർഡർ ചെയ്തു. കട്ടനൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ കുടിച്ചിരിക്കുമ്പോൾ ഫുഡ് വഴിയേ വന്നു. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ ഞങ്ങൾ KLലെ വീട്ടിലോട്ട് പോവാം. ഇനി വീട് വരെ ഡ്രൈവ് ചെയ്യുന്നത് രാഹുൽ ഊട്ടനാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇനി പോയി കിടന്നുറങ്ങട്ടെ. ബൈ ബൈ. ബാക്കി വിശേഷങ്ങൾ വഴിയേ പറയാം.